ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം, നമ്മുടെ ചാനലിൻ്റെ ലോഗോ മാറ്റാനൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതെ, ഈ സ്ക്രീനിൽ കാണുന്ന ഇതാണ് നമ്മുടെ പുതിയ ലോഗോ. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. കുറേ നാളായി മാറ്റണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. നല്ലൊരു ലോഗോ കിട്ടാത്തത് കൊണ്ടാണ് അവസാനം എങ്ങനെയെങ്കിലും സ്വന്തമായിട്ടൊരു ലോഗോ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ഇതായിരിക്കും നമ്മുടെ ചാനലിൻ്റെ ലോഗോ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മുടെ സെക്കൻഡ് ചാനലിലും ഇതേ ലോഗോ തന്നെ ആയിരിക്കും. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. നമ്മൾ 2022 മിസ് ബില്ലോവി ഹോണ്ടഡ് ബുക്ക് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ മൂവി നമ്മൾ കണ്ടിരുന്നു. ആ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു മൂവിയാണിത്. 2008 പുറത്തിറങ്ങിയ മർഡർ 101 ലോക്ക്ഡ് റൂം മിസ്റ്ററി. അപ്പോൾ ഈ കഥയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രത്യേകം പറയണ്ടല്ലോ, കഥ തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങളും ഈ കഥയിലെ ഓരോ കഥാപാത്രങ്ങളായിട്ട് മാറി അന്വേഷിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. കാരണം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചിരിക്കുന്ന ഒരു മൂവിയാണിത്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അധികം താമസിക്കാതെ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിൽ ഒരു ഹോട്ടലാണ് കാണിക്കുന്നത്. അവിടെ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വരും 3 പേരെയാണ് കാണിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ, ഒരു മിഡിൽ ഏജ് മാൻ, പിന്നെ വയസ്സായിട്ടുള്ള ഒരാള്. ഇതിലാ ഒരു ചെറുപ്പക്കാരൻ ലോ കോളേജിൽ പഠിക്കുകയാണ്. അവന്റെ പേര് ബെൻ. അത് കഴിഞ്ഞ ആ ഒരു മിഡിൽ ഏജ് മാൻ, അവന്റെ പേര് മൈക്ക്, ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ്. ഇതിനു മുന്നേ പോലീസിലായിരുന്നു വർക്ക് ചെയ്തത്. അതും കൂടാതെ ബെൻ എന്ന് പറഞ്ഞ ആ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അവന്റെ മാമനും കൂടിയാണ്. ഇപ്പൊ ആ ഒരു വയസ്സായിട്ടുള്ള ആള് അത് വേറെ ആരുമല്ല, ഒരു ക്രിമിനോളജി പ്രൊഫസറാണ്. ഇയാളുടെ അടുത്താണ് ബെൻ പഠിക്കുന്നത്. അതുകൊണ്ട് അയാളെ നമുക്ക് പ്രൊഫസർ എന്നും വിളിക്കാം. ഇപ്പോൾ ബെന്നിനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ കേസ് അന്വേഷണമൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് മൈക്കിനോടൊപ്പം ഒരു അസിസ്റ്റന്റ് ആയിട്ട് കൂടെ നിൽക്കട്ടെ എന്ന് ബെൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൈക്ക് പറയും, ഇല്ല ബെൻ, ഇപ്പോൾ നീ അതൊന്നും ചെയ്യണ്ട, നീ ഇപ്പോൾ പഠിക്കുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ 3 പേരും അവിടെ ഇരുന്ന് സംസാരിച്ച് അത് കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു ലേഡി വന്നിട്ട് നമസ്തേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഏരിയയായിട്ടുള്ള ഒരു ലേഡി നമസ്തേ എന്ന് പറയുന്നു. ഇത് വേറെ ആരുമല്ല, ഇവളുടെ പേര് ഏരിയൽ എന്നാണ്. ഈ സ്പിരിച്വൽ സംബന്ധമായിട്ടുള്ള ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, അതാണ് അവളുടെ കയ്യിൽ കൂടുതലായിട്ടുള്ളത്. അതെല്ലാം കച്ചവടം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പ്രൊഫസർ ഏരിയലിനൊരു ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോഴത്തേക്കും അയാളുടെ ഹാൻഡ് ഷേക്ക് വെച്ചിട്ട് തന്നെ പ്രൊഫസറിന് ഷോൾഡർ പെയിൻ ഉണ്ടെന്നുള്ള കാര്യം ഏരിയൽ മനസ്സിലാക്കും. അപ്പോൾ ഏരിയൽ പറയും, നാളെ രാത്രി 8 മണിക്ക് എൻ്റെ ബുക്ക് ഷോപ്പിൽ ഒരു ഹിയറിംഗ് സെക്ഷൻ നടക്കുന്നുണ്ട്, അവിടേക്ക് നിങ്ങൾ ഉറപ്പായിട്ടും വരണമെന്ന് പറഞ്ഞ് പ്രൊഫസറിന് അവളുടെ കാർഡ് കൊടുക്കുന്നു. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ വരാമെന്ന് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ അടുത്ത ദിവസം ഏരിയലിൻ്റെ ആ ഒരു ബുക്ക് ഷോപ്പിലേക്ക് മൈക്കും പ്രൊഫസറും പോവാണ്. അങ്ങനെ അവിടേക്ക് ചെല്ലുമ്പോൾ ഹിയറിംഗ് സെക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് സാമുവൽ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടേക്ക് വരുന്നുണ്ടെന്ന് പറയും. അപ്പോൾ മൈക്കും പ്രൊഫസറും ചോദിക്കും, അല്ല ഈ സാമുവൽ ആരാ? സാമുവൽ ഒരു സ്പിരിച്വൽ സെന്ററിന്റെ ഹെഡാണ്. അതേപോലെ തന്നെ യോഗയെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മാസ്റ്റർ. ഒരുപാട് സെലിബ്രിറ്റികളെല്ലാം അയാളുടെ കീഴിലാണ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു മൂവി ആക്ട്രസും ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ആക്ട്രസ്, അവളുടെ പേര് കമീല എന്നാണ്. അപ്പോൾ ഇവരും സാമുവലിന്റെ ഫോളോവർ ആണെന്ന് ഏരിയയില് നമ്മുടെ മൈക്കിനോട് പറയും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവിടെ ഈ മാസ്റ്റർ ആയിട്ടുള്ള സാമുവൽ ഉണ്ടല്ലോ, അയാൾ അകത്തേക്ക് വരുന്നു, അവനോടൊപ്പം ഒരു അസിസ്റ്റന്റും. ഇപ്പോൾ സാമുവൽ അകത്തേക്ക് വന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, നമ്മുടെ ശരീരം എപ്പോഴും ഹെൽത്തി ആയിരിക്കണം, അതിന് നമ്മുടെ മനസ്സും എപ്പോഴും ക്ലിയർ ആയിരിക്കണം. അതിനെന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സാമുവൽ അവിടെ നിന്ന് പറയുമ്പോൾ കമീലുണ്ടല്ലോ, അവർ പറയും എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോൾ സാമുവല് അവരുടെ അടുത്തേക്ക് ഒന്ന് അവരുടെ തലയിലേക്ക് കൈവച്ചിട്ട് എന്തോ ഒരു എനർജി പാസ് ചെയ്യുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ഇതിലൂടെ കമീലയുടെ ആ ഒരു തലവേദന പെട്ടെന്ന് മാറുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ പ്രൊഫസറും മൈക്കും അത്ഭുതത്തോടെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പ്രൊഫസറിനുള്ള ആ ഒരു ഷോൾഡർ പെയിൻ ഉണ്ടല്ലോ, ആ കാര്യത്തെപ്പറ്റി ഒരിക്കലും പ്രൊഫസർ സാമുവലിനോട് പറയത്തില്ല. പക്ഷെ സാമുവല് പ്രൊഫസറിന്റെ അടുത്തേക്ക് വന്ന് അയാളുടെ ഷോൾഡറിൽ ചെറിയ രീതിയിൽ തടവി കൊടുക്കുന്നതും ഈ ഷോൾഡർ പെയിൻ ചെറുതായിട്ട് കുറയുന്നത് പ്രൊഫസറിനെ അനുഭവിച്ചറിയാൻ കഴിയും. അതുമല്ല, ഇവിടെ വെച്ചിട്ടാണ് മറ്റൊരു കാര്യം പ്രൊഫസറിന് മനസ്സിലാവുന്നത്. ഏരിയൽ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവൾ ഒരിക്കലും ഒരു ബുക്ക് ഷോപ്പ് മാത്രമല്ല നടത്തുന്നത്, അവളൊരു സൈക്കിക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പവറുണ്ട്. അതുകൊണ്ട് തന്നെ മൈക്കിന് ഏരിയലിനോട് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. ഇപ്പൊ അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ മൈക്കും പ്രൊഫസറും സാമുവൽ നടത്തുന്ന ആ ഒരു യോഗ സെന്റർ ഉണ്ടല്ലോ, അവിടേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് പേര് യോഗയെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ വന്ന പ്രൊഫസർ സാമുവലായിട്ട് സംസാരിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നത്. സാമുവലിന് പണം ഒരു പ്രശ്നമേ അല്ല, തൻ്റെ കഴിവുകൊണ്ട് അതും ആ ഒരു ഹീലിംഗ് പവർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിക്കൊടുക്കുക, അതൊരു സേവനമായിട്ട് മാത്രമാണ് താൻ കാണുന്നതെന്നും. അതേപോലെ ഓരോ വർഷത്തിലും ഈ സമ്മർ ടൈം ഉണ്ടല്ലോ,
ആ സമയത്ത് കണ്ണ് കാണാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പും ഇവിടെ സാമുവൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് സാമുവലിനെ പോലെ ഇത്രയും നല്ലൊരു മനുഷ്യനെ നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ കഴിയത്തില്ലെന്ന് സാമുവലിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറിനോട് പറയുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് സാമുവല് കുറച്ചു പേരെ കൂട്ടി ഒരു മെഡിറ്റേഷൻ മുറിയുണ്ട്, അതിനകത്തേക്ക് പോയിട്ട് ഡീപ്പായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ആണ്. അപ്പൊ അതെല്ലാം അവർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആ ഒരു കാര്യം അവരെല്ലാവരും ചെയ്യാണ്. കുറച്ച് കഴിയുമ്പോൾ ആ ഒരു അസിസ്റ്റന്റ് അയാൾ ഇപ്പോൾ ആ ഒരു മെഡിറ്റേഷൻ മുറിയുടെ അടുത്തേക്ക് വന്ന് സാമുവലിനെ വിളിക്കുമ്പോഴത്തേക്കും സാമുവൽ ഡോർ തുറക്കുന്നില്ല. ഇപ്പൊ ഒരുപാട് നേരമായിട്ട് തുറക്കാത്തത് കൊണ്ട് അസിസ്റ്റന്റ് ആ ഒരു ഡോറ് ഇടിച്ച് തുറന്ന് അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സാമുവൽ താഴെ വീണ് കിടക്കുന്നു. അവന്റെ കയ്യിലൊരു തോക്കുണ്ട്, നെഞ്ചില് ബുള്ളറ്റ് കൊണ്ട് ആ ഒരു മുറിവും. ഈ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ 4 പേരും ആഴ്ന്ന ധ്യാനത്തിലിരിക്കുകയാണ്. സാമുവൽ മരിച്ചതോ ഇതിനകത്ത് വെടിവെച്ച് കേട്ടതോ ഒന്നും അവരറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇത് കണ്ട അസിസ്റ്റന്റ് ബാക്കിയുള്ളവരെ വിളിക്കുമ്പോഴത്തേക്കും ഏരിയയിലെ പ്രൊഫസർ, മൈക്ക് ഇവര് 3 പേരും ഓടി ഇവിടേക്ക് വരും. അപ്പോ എമർജൻസിക്ക് വേണ്ടി ആളെ വിളിക്കാനായിട്ട് ഏരിയലിനോട് ആവശ്യപ്പെടും. പ്രൊഫസർ ഓടി വന്ന് സാമുവലിന്റെ പൾസ് ചെക്ക് ചെയ്യുമ്പോൾ അവൻ മരിച്ചതായിട്ട് പറയുന്നു. ഇത് കണ്ട ഏരിയലാണെങ്കിലോ നല്ലതുപോലെ കരയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടും ഈ 4 പേര് അവരുടെ ധ്യാനത്തിൽ നിന്നും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഇപ്പൊ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പ്രൊഫസർ അസിസ്റ്റന്റിനോട് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇത് ഡീപ്പായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ആണ്. ഇതിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരേ ഒരാള് സാമുവൽ മാത്രമാണ്. ഇങ്ങനെയൊക്കെ നടക്കും എന്നും നമ്മുടെ പ്രൊഫസർ അത്ഭുതപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടേക്ക് പോലീസ് വരുന്നു. ഇപ്പൊ ഈ കൊല നടന്നിട്ടും ഇതൊന്നും അറിയാതെ ധ്യാനത്തിലിരിക്കുന്ന ഈ 4 പേരെ എങ്ങനെ എഴുന്നേൽപ്പിക്കുമെന്ന് ആ ഒരു പോലീസുകാരൻ ചോദിക്കുമ്പോൾ ആ ഒരു അസിസ്റ്റന്റ് പറയും, മാസ്റ്റർ ഇവരുടെ ഈ ഒരു ധ്യാനത്തിൽ നിന്ന് ഇവരെ ഉണർത്താൻ വേണ്ടി എന്തോ ഒരു വാക്ക് പറയും. അത് പറഞ്ഞാൽ മാത്രമേ ഇവർ 4 പേരും കണ്ണു തുറക്കുള്ളൂ. അത് മാസ്റ്ററിന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ആ പോലീസുകാരൻ തോക്കെടുത്ത് മുകളിലേക്ക് ഷൂട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. എന്ത് സംഭവിച്ചിട്ടും അവർ 4 പേരും കണ്ണു തുറക്കുന്നില്ല. ഇപ്പൊ അങ്ങനെ ആയിട്ടും കണ്ണു തുറക്കാത്തതുകൊണ്ട് ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന എല്ലാവരും ആലോചിച്ചിരിക്കുമ്പോഴാണ് പ്രൊഫസർ ഒരു മാർഗം പറയുന്നത്. ഇതിനു മുന്നേ ഈ മാസ്റ്റർ കണ്ടന്റ് ചെയ്ത മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ടല്ലോ, അതിന്റെ റെക്കോർഡ് ചെയ്ത എന്തെങ്കിലും വീഡിയോയോ കാസറ്റോ എന്തെങ്കിലും കൊണ്ടുവരാൻ പറയുമ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പ്ലേ ചെയ്യും. ഇപ്പോൾ തന്റെ സ്റ്റുഡൻസിനെ ഈ മെഡിറ്റേഷനിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാനുള്ള ആ ഒരു സെന്റൻസ് ആ റെക്കോർഡറിലൂടെ ഇവർ കേൾക്കുമ്പോഴത്തേക്കും അവർ 4 പേരും കണ്ണു തുറക്കുന്നു. കണ്ണു തുറന്ന് എഴുന്നേൽക്കുമ്പോഴാണ് ഇവിടെ എന്താണ് സംഭവിച്ചതെന്നോ മാസ്റ്ററായിട്ടുള്ള സാമുവലിനെ അവിടെ കാണുന്നില്ല. താഴെ രക്തം കിടക്കുന്നു. അവർ 4 പേരും ഇവിടെ എന്ത് സംഭവിച്ചെന്ന് ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ സാമുവൽ മരിച്ച ആ ഒരു കാര്യത്തെ പറ്റി പോലീസുകാരൻ പറയുമ്പോഴത്തേക്കാണ് ഇവരെല്ലാവരും ഷോക്ക് ആവുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവരുടെ 4 പേരുടെ സ്റ്റേറ്റ്മെന്റ് ആ പോലീസുകാരൻ വാങ്ങാണ്. അപ്പൊ ആ ഒരു മെഡിറ്റേഷൻ റൂമിലിരുന്ന 4 പേരുണ്ടല്ലോ, അവരാരൊക്കെയാണെന്ന് വെച്ചാല് ഇവന്റെ പേര് പനാഷ്. സാമുവൽ നടത്തുന്ന ഈ ഒരു യോഗ സെന്റർ ഉണ്ടല്ലോ, അത് മാനേജ് ചെയ്യുന്നതേ ഇവനാണ്. ഇപ്പൊ സാമുവലിനെ പോലെ തന്നെ പനാഷിനും ഈ സ്പിരിച്വൽ പവറൊക്കെ ഉണ്ട്. രണ്ടാമത്തെ ആള് ഒരു ടോപ്പ് ആയിട്ടുള്ള മോഡലാണ്, അവളുടെ പേര് ജാസ്മിൻ. അടുത്ത ആളുടെ പേര് ഡൊണാൾഡ്. അയാളൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. ഞരമ്പ് പ്രശ്നം കാരണം നടക്കാൻ കഴിയാത്ത അയാളെ ഗുണപ്പെടുത്തിയത് സാമുവലാണ്. നാലാമത്തെ ആള് വേറെ ആരുമല്ല, നമ്മൾ നേരത്തെ തന്നെ കണ്ട കമീല എന്ന് പറഞ്ഞ ആ ഒരു ആക്ട്രസ്. ഇപ്പൊ ഈ 4 പേരെ പറ്റിയും നമ്മുടെ മൈക്ക് ഏരിയലിനോട് ചോദിച്ചു മനസ്സിലാക്കും. അതിൽ ഏരിയൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് സാമുവൽ ഒരിക്കലും സൂയിസൈഡ് ചെയ്യാനായിട്ട് സാധ്യതയില്ല. അതുപോലെ മെഡിറ്റേഷൻ റൂമിൽ ഉണ്ടായിരുന്നത് ബാക്കി 4 പേരും അവർക്ക് ഈ ഒരു കൊല നടന്നതുപോലും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇതൊരു സൂയിസൈഡ് ആയിരിക്കും എന്നാണ് ആ ഒരു പോലീസുകാരൻ വിശ്വസിക്കുന്നത്. അത് കൺഫേം ചെയ്യുന്ന രീതിയിൽ സാമുവലിന്റെ ഡെസ്കിൽ നിന്നും ഒരു ലെറ്റർ കിട്ടുന്നു. ആ ലെറ്റർ എടുത്ത് നമ്മുടെ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള മൈക്കിനും പോലീസുകാരൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഇതാണ്: ഞാൻ പോകാനുള്ള സമയമായി, വലിയൊരു മാറ്റം സംഭവിക്കും എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സൂയിസൈഡ് നോട്ട് പോലെ തോന്നുന്നതുകൊണ്ട് പോലീസുകാരനും മറ്റാരുടെ മേലിൽ സംശയമില്ല. ഇപ്പോൾ ഏരിയയിൽ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു കൊലപാതകമായിരിക്കും എന്നാണ് നമ്മുടെ മൈക്ക് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മൈക്കും പ്രൊഫസറും ഇവർക്ക് അറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്, സാമുവലിന്റെ ബോഡി പരിശോധിച്ച ആ ഒരു ഡോക്ടർ. അവരോട് പോയി കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ആ ഡോക്ടർ പറയുന്നത് സാമുവലിന്റെ ബോഡി പരിശോധിച്ചാല് അവന്റെ കയ്യിൽ ഒരു തോക്ക് ഉപയോഗിച്ചതായിട്ടുള്ള അതിന്റെ പൗഡറോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സാമുവൽ ഒരിക്കലും തോക്ക് ഫയർ ചെയ്തിട്ടില്ല. അത് വെച്ച് മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇതൊരിക്കലും ഒരു സൂയിസൈഡ് അല്ല എന്നാണ്. ഇപ്പൊ ഈ കാര്യം മനസ്സിലാക്കുന്നത് മൈക്ക് അടുത്ത ദിവസം തന്നെ ഏരിയലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നീ പറഞ്ഞത് ശരിയാണെന്ന് പറയുമ്പോൾ ഏരിയൽ പറയും, അതെ, സാമുവൽ ഒരിക്കലും അക്രമവും അതേപോലെ തന്നെ സൂയിസൈഡും ഇതൊന്നും ഇഷ്ടപ്പെടുന്ന ഒരാളെയല്ല. അതും താൻ ഇഷ്ടപ്പെടുന്ന തന്റെ സ്റ്റുഡൻസിന്റെ മുന്നിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും സാമുവൽ ചെയ്യത്തില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു കൊലപാതകമാണെന്നാണ്. അപ്പോൾ സാമുവൽ എഴുതി വെച്ച ആ ഒരു സൂയിസൈഡ് നോട്ട് അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിലും വലിയ വിശ്വാസമൊന്നുമില്ല. ഒരുപക്ഷെ ആ ഒരു ലെറ്ററിലൂടെ സാമുവൽ ഉദ്ദേശിച്ചത് ഇന്ത്യയിലേക്ക് ഒരു ആത്മീയ യാത്ര നടത്താനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു, അതിനെപ്പറ്റിയായിരിക്കാം. ഇപ്പോൾ ഏരിയയിൽ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അവൾ വിശ്വസിക്കുന്നത് പോലെ നടന്നതൊരു സൂയിസൈഡ് അല്ല. അപ്പോൾ അതൊരു കൊലപാതകമാണെന്ന് വിശ്വസിക്കാനും അവൾക്ക് പാടുണ്ട്. കാരണം
ആ റൂമിലുണ്ടായിരുന്ന 4 പേരും അത് ചെയ്തിട്ടുണ്ടാവും എന്ന് അവൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ വേറെ ആരോ ആ മെഡിറ്റേഷൻ റൂമിലേക്ക് വന്ന് ഷൂട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. അതാണ് സംഭവിച്ചത് എന്ന് ഏരിയയിൽ പറയുന്നത്. അതാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മൈക്കിന്റെ സഹായവും അവൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ക്രൈം നടന്ന ആ ഒരു റൂമുണ്ടല്ലോ, മെഡിറ്റേഷൻ റൂം, അവിടേക്ക് വന്ന് പരിശോധിക്കുമ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ പ്രൊഫസറും അതേപോലെ തന്നെ ബെന്നുണ്ടല്ലോ, അവനും ഈ റൂമിനകത്ത് വന്ന് പരിശോധിക്കുകയാണ്. അങ്ങനെ ബെന്നും ഏരിയയിലും പരിചയപ്പെടും. അത് കഴിഞ്ഞാണ് ഏരിയയിൽ പറയുന്നത്, ഈ റൂമിൽ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് എല്ലാവരും വന്നു കഴിഞ്ഞാൽ റൂം ലോക്ക് ചെയ്യുന്നൊരു പതിവുണ്ട്. ഈ റൂമിൽ 2 കീ ഉണ്ട്. അതിലൊന്ന് പനാഷിന്റെ കയ്യിലും ഒന്ന് ഇവരുടെ മാസ്റ്റർ ആയിട്ടുള്ള സാമുവലിന്റെ കയ്യിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കീയുള്ള 2 പേരും ഇതേ റൂമിനകത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബെൻ ചോദിക്കും, ഈ മുറിയിലേക്ക് വരാനായിട്ട് വേറെ ഏതെങ്കിലും സീക്രട്ട് ആയിട്ടുള്ള ഡോർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏരിയയിൽ പറയും, ഇല്ല, ഒരു എൻട്രൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾ എങ്ങനെ ഈ മുറിക്കകത്തേക്ക് കയറും എന്ന് എല്ലാവർക്കും സംശയം. ഇപ്പൊ ഇതുവരെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കേസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഈ കഥയോടൊപ്പം കൊലയാളിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം ആരാണ് ഫസ്റ്റ് കണ്ടുപിടിക്കുന്നതെന്ന്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഏരിയലിനെ മൈക്ക് അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കാണ്. അപ്പൊ ഏരിയൽ പറയുന്നുണ്ട്, എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് മുന്നേ തന്നെ തോന്നിയിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഇനിയും അതുപോലെ എന്തോ ഒരു കാര്യം സംഭവിക്കുമെന്നും എനിക്ക് തോന്നലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവൾ കാറിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഏരിയലിനെ വീട്ടിൽ വിട്ട് മൈക്ക് തന്റെ കാറും എടുത്ത് തിരിച്ചു പോകുമ്പോൾ ഇപ്പൊ ഒരു കറുത്ത കാറ് അവനെ ഒരുപാട് നേരമായിട്ട് ഫോളോ ചെയ്യുന്നു. ഇപ്പൊ ഇത് മനസ്സിലാക്കിയ മൈക്ക് കുറെ ദൂരം കാർ ഓടിച്ചിട്ട് ഒരു ഷോപ്പിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് കാർ കൊണ്ട് നിർത്തും. അപ്പൊ അതേ കറുത്ത കാറും അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഇപ്പൊ ആ ഒരു കാറിനകത്തുള്ള ആള് കടയ്ക്കകത്തേക്ക് കയറി പോകുന്നതും മൈക്ക് പുറകെ ചെന്ന് അവനെ പിടിക്കും. അപ്പോഴാണത് വേറെ ആരുമല്ല, പനാഷ് എന്ന് പറഞ്ഞിട്ട് സാമുവലിന്റെ ആ ഒരു മാനേജർ ഉണ്ടല്ലോ, അയാളാണ്. ഇപ്പൊ അയാളോട് മൈക്ക് ചോദിക്കും, നീ എന്തിനാ എന്നെ ഫോളോ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ പനാഷ് പറയുന്നത് എന്താന്ന് വെച്ചാല് നിങ്ങൾ എന്നെ സഹായിക്കണമെന്നാണ്. അപ്പോൾ മൈക്ക് പറയും, പോലീസ് ഈ കേസ് അന്വേഷിക്കുകയാണല്ലോ, പിന്നെ ഞാനെന്ത് സഹായിക്കാനാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പണം തരാം, യഥാർത്ഥ കൊലയാളിയെ നിങ്ങൾ കണ്ടുപിടിക്കണം, നിങ്ങളല്ലാതെ എനിക്ക് സഹായിക്കാനായിട്ട് വേറെ ആരുമില്ലാന്ന് പറഞ്ഞ് പനാഷ് തന്റെ കാർ എടുത്ത് അവിടെ നിന്ന് പോകുന്നതും ആ കാറിന്റെ നമ്പർ പ്ലേറ്റിൽ നമ്പറിന് പകരം ഗോണ്ടി എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇത് നമ്മുടെ മൈക്ക് നോട്ട് ചെയ്യും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് പ്രൊഫസർ ബെൻ ഇവർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബെന്നിന് ഇവരുടെ ഈ ഒരു കേസിൽ സഹായിക്കാനായിട്ട് താല്പര്യമുണ്ട്. ഇപ്പോൾ പ്രൊഫസർ ചോദിക്കും, പനാഷിന്റെ കാറിൽ എഴുതിയിരുന്ന ആ ഗോണ്ടി അതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എളിമയുടെ സൂചനയായിട്ടുള്ള മഹാത്മാഗാന്ധിയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണെങ്കിലോ എന്ന് ബെൻ പറയുമ്പോഴത്തേക്കും ഓടിച്ചോണ്ട് വന്നത് അത്രയും വില കൂടിയൊരു കാറ്, അതിൽ എളിമ കാണിക്കാൻ വേണ്ടി അങ്ങനെ ഒരു വാക്ക് വെറുതെ എഴുതേണ്ട ആവശ്യം എന്താണ് എന്ന് പ്രൊഫസർ ചോദിക്കും. ഇപ്പൊ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം മെഡിറ്റേഷൻ മുറിയിലുണ്ടായിരുന്ന 4 പേര് അവരെയാണ് നമ്മളിപ്പോൾ സംശയിക്കേണ്ടത്. അതും കൂടാതെ ഏരിയലുണ്ടല്ലോ, അവളെയും പ്രൊഫസറിന് സംശയമുണ്ട്. പക്ഷെ നമ്മുടെ മൈക്കാണെങ്കിലോ ഏരിയയിലായിട്ട് നല്ല ക്ലോസ് ആയിട്ട് അവളോടൊപ്പം പഴകുകയും ചെയ്യുന്നുണ്ട്. അവളെ ഒരു സംശയിക്കുന്ന ആളായിട്ട് മൈക്ക് ഒരിക്കലും കണ്ടിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് മൈക്കും പ്രൊഫസറും ആ ഒരു യോഗ സെന്ററിലേക്ക് പോവും. അവിടെ ഇപ്പോൾ ഏരിയയിലും അസിസ്റ്റന്റുമാണ് ഇരിക്കുന്നത്. മൈക്ക് അവിടെ ചെന്നിട്ട് ഇവരോട് ചോദിക്കും, ഈ സെന്ററിലേക്ക് വരുന്ന പണം അത് കൈകാര്യം ചെയ്യാനായിട്ട് പനാഷിനെ കൊണ്ട് കഴിയുമെന്ന് ചോദിക്കുമ്പോൾ മാസ്റ്റർ കഴിഞ്ഞാൽ അടുത്ത ഇടം പനാഷിനാണ്, അതുകൊണ്ട് ഈ സെന്ററിലേക്ക് വരുന്ന പണം അത് കൈകാര്യം ചെയ്യാനായിട്ട് പനാഷിനെ കൊണ്ട് കഴിയും എന്ന് അസിസ്റ്റന്റ് പറയും. ഇപ്പൊ ഇവിടെ ഇവർക്കുണ്ടാവുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാല് ആ മെഡിറ്റേഷൻ റൂമിന്റെ കീ ഉള്ളത് 2 പേരുടെ കയ്യിലാണ്. അവർ 2 പേരും ആ റൂമിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ സാധാരണ ഈ ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷൻ സമയത്ത് പനാഷ് ഒരിക്കലും അതിൽ പങ്കെടുക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു ദിവസം മാത്രം പനാഷ് എന്തുകൊണ്ട് അതിൽ പങ്കെടുത്തു എന്നുള്ളൊരു സംശയം ഇവർക്ക് 2 പേർക്കും ഉണ്ട്. അപ്പോൾ സാമുവലിന് ഫാമിലിയില്ല, കുട്ടികളില്ല, ഈ സ്വത്തുകളൊന്നും വേറെ ആരുടെ പേർക്ക് എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ അവ മരിച്ചു കഴിഞ്ഞാൽ ഈ സ്വത്തുകളെല്ലാം വരുന്നത് ഈ സെന്ററിലേക്കാണ്. ലീഗലായിട്ട് ഒരു ഭാര്യ ഇല്ലാന്നുണ്ടെങ്കിലും സ്പിരിച്വലായിട്ട് സാമുവലിന്റെ ഭാര്യമാരുണ്ടായിരുന്നു. അതും സ്പിരിച്വൽ കണക്ഷന് വേണ്ടിയിട്ട് 2 സ്ത്രീകളുമായിട്ട് സാമുവൽ അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. അവര് 2 പേരും വേറെ ആരുമല്ല, ആ മെഡിറ്റേഷൻ മുറിയിലുണ്ടായിരുന്ന മോഡലായിട്ടുള്ള ജാസ്മിൻ ഉണ്ടല്ലോ, അവരും അതേപോലെ തന്നെ ആക്ട്രസ് ആയിട്ടുള്ള കമീലയും. സാമുവലും കമീലയും കുറെ വർഷം ആരും അറിയാതെ ഒരു റിലേഷൻഷിപ്പ് തുടർന്ന് പോയിരുന്നു. അതുപോലെ കമീല ഈ ഒരു സെന്ററിലേക്ക് വരുന്നത് കൊണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ സെന്ററിലേക്ക് വരുമായിരുന്നു. ഇപ്പൊ ഈ അടുത്ത് 1 വർഷത്തിന് മുന്നെയാണ് സാമുവലിന്റെ ലൈഫിലേക്ക് മോഡലായിട്ടുള്ള ജാസ്മിൻ വന്നത്. അത് കഴിഞ്ഞ് ഇവര് 2 പേരും കുറച്ചുനാള് ക്ലോസ് ആയിട്ട് തന്നെ പഴകുന്നുണ്ടായിരുന്നു. ഇതൊരിക്കലും കമീലയ്ക്ക് ഇഷ്ടമല്ല. സാമുവലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്നാണ് അവൻ ചിന്തിച്ചിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പ്രൊഫസർ സാമുവൽ താമസിക്കുന്ന ആ ഒരു മുറിയിലേക്ക് ചെല്ലും. അവിടെ വിറ്റമിൻ ടാബ്ലറ്റുകൾ കണ്ടിട്ട് അതിനെപ്പറ്റി ആ ഒരു സഹായിയോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ കഴിക്കുന്ന ഫുഡിലെ ന്യൂട്രീഷൻ വാല്യൂ കുറവായിരിക്കും, അതുകൊണ്ട് സപ്ലിമെന്റ്സ് ഞങ്ങൾ എടുക്കാറുണ്ട് എന്ന് സഹായി പറയും. അത് കഴിഞ്ഞ് വെളിയിലേക്ക് വരുമ്പോൾ ഇപ്പൊ ആ ഒരു പോലീസുകാരൻ സെന്ററിലേക്ക് വന്നിട്ട് പനാഷ് എപ്പോ ഇവിടേക്ക് വരുമെന്ന് ചോദിക്കും.
എന്താ കാര്യമെന്ന് സഹായി ചോദിക്കുമ്പോൾ സാമുവലിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തോക്കില് പനാഷിന്റെ കൈരേഖയും പതിഞ്ഞിട്ടുണ്ട്. അതും കൂടാതെ പനാഷിന്റെ ഡ്രസ്സിലും ഈ ഗൺ പൗഡർ ഉണ്ടല്ലോ അതിന്റെ ചെറിയ ചെറിയ പാർട്സുകൾ ഉള്ളതായിട്ടും പോലീസുകാർ കണ്ടുപിടിച്ചു. കുറച്ചു കഴിയുമ്പോൾ തന്നെ അവിടേക്ക് ഈ പനാഷ് വരുന്നതും അവനെ അറസ്റ്റ് ചെയ്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ പനാഷാണ് കൊലയാളിയെങ്കിൽ അന്ന് എന്തായിരിക്കും സംഭവിച്ചത് എന്ന് നമ്മുടെ മാർക്ക് ചിന്തിച്ചിട്ട് ഇപ്പോൾ പറയുന്നതാണ്. അന്ന് അവർ ആ ഒരു ഡീപ്പ് മെഡിറ്റേഷൻ അതിലേക്ക് പോകുന്നതിന് മുന്നേ പനാഷ് മാത്രം തന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് ഉപയോഗിച്ച് സാമുവലിനെ ഷൂട്ട് ചെയ്തതിന് ശേഷം ആ തോക്ക് സാമുവലിന്റെ കയ്യിൽ വെച്ചിട്ട് അവനും ഡീപ്പായിട്ടുള്ള ആ ഒരു മെഡിറ്റേഷനിലേക്ക് പോയി. ഇപ്പോൾ സാമുവലിന്റെ ദേഹത്താണെങ്കിലോ ഗൺ പൗഡറോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ 3 അടി ദൂരത്തിൽ നിന്നായിരിക്കണം സാമുവലിനെ അവൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ പ്രൊഫസർ ചോദിക്കും ഇതിനുള്ള മോട്ടീവ് എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഈ യോഗ സെന്ററിന്റെ പണം, ഇവിടുത്തെ അധികാരം ഇതെല്ലാം പനാഷിന് കിട്ടുമല്ലോ, അത് തന്നെയായിരിക്കും. അവിടെയാണ് നമ്മുടെ പ്രൊഫസർ മറ്റൊരു കാര്യം ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൊല ചെയ്ത പനാഷ് എന്തുകൊണ്ട് നിന്റെ സഹായം ചോദിക്കണം? അപ്പോൾ ഇത് കേട്ട പോലീസുകാരൻ പറയും ഒരുപക്ഷെ നമ്മളാരും അവനെ സംശയിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ അവനിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കാം അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഞങ്ങൾ അവനെ അറസ്റ്റ് ചെയ്തോട്ട് പോയപ്പോൾ അവനൊരിക്കലും കുറ്റം സമ്മതിച്ചതുമില്ല, അവൻ ചെയ്തില്ല എന്നും പറഞ്ഞില്ല. സാമുവൽ തന്നോട് ക്ഷമിക്കുമെന്ന് മാത്രമാണ് ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മൈക്കിന് ഒരിക്കലും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല പനാഷാണ് കൊലയാളിയെന്ന്. കാരണം മൈക്കിനോടാണല്ലോ അവൻ വന്ന് സഹായം ചോദിച്ചത്, എത്ര പണം വേണമെങ്കിലും തരാമെന്നും പറഞ്ഞു. ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. പനാഷ് സാമുവലിനെ ഷൂട്ട് ചെയ്താലും സാമുവലി സ്വയം ഷൂട്ട് ചെയ്താലും ഇപ്പം ആ ഒരു ശബ്ദം ഈ യോഗ സെന്ററിലുള്ള മറ്റുള്ളവർക്കും കേൾക്കണമല്ലോ. പക്ഷെ അങ്ങനെ ഒരു ശബ്ദം ഒരിക്കലും ആരും കേട്ടിട്ടില്ല. അതാണ് മിസ്റ്ററി ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈക്ക് നേരെ പോകുന്നത് ഏരിയയിലെ ആ ഒരു ബുക്ക് ഷോപ്പിലേക്കാണ്. സംശയിക്കുന്ന 4 പേരിൽ ഒരാളായിട്ടുള്ള പനാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ളത് 3 പേര് മാത്രം. ആ 3 പേരോട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇവിടേക്ക് വരാൻ പറഞ്ഞു. അതിലെ ജാസ്മിൻ ഒഴിച്ച് ബാക്കി 2 പേരും അവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയയിൽ പറയും പനാഷിനോട് പറഞ്ഞിരുന്നു അവ ഷൂട്ട് ചെയ്തതായിട്ട് ഒരു ഓർമ്മയില്ലാന്ന്. അങ്ങനെയാണെങ്കിൽ പനാഷ് പോലും അറിയാതെ അവന്റെ കൈ വെച്ചിട്ട് ആരെങ്കിലും സാമുവലിനെ ഷൂട്ട് ചെയ്തതായിരിക്കാം. അങ്ങനൊരു ചോദ്യം മൈക്ക് ഇപ്പോൾ ഇവരോട് ചോദിക്കുമ്പോൾ ആക്ട്രസ് ആയിട്ടുള്ള കമീല പെട്ടെന്ന് സംശയിക്കുന്നത് ജാസ്മിൻ ഉണ്ടല്ലോ മോഡലായിട്ടുള്ള അവളെയാണ്. അപ്പോൾ ഏരിയയിൽ പറയുന്നത് പനാഷ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ മൈക്ക് പറയും എന്തായാലും പനാഷിനോട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് മൈക്ക് അവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ ഇവര് 2 പേരും സംസാരിക്കുന്ന ആ ഒരു കാര്യം ആരോ ഒരാൾ ഒളിച്ചു നിന്ന് കാണുന്നുണ്ട്. അതാരാണെന്ന് ഇപ്പോൾ നമുക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈക്ക് നേരെ ബെന്നിന്റെ അടുത്തേക്ക് വന്ന് ഇവര് സംശയിക്കുന്ന ആ ഒരു 3 പേരുണ്ടല്ലോ അവരെ പറ്റി അവരുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി ബെന്നിനെ ഏൽപ്പിക്കും. എന്നിട്ട് പ്രൊഫസറിനെ കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴാണ് പോലീസുകാരൻ പറയുന്നത് ഇവിടെ വന്നതിന് ശേഷം പനാഷ് വെള്ളം കുടിക്കുകയോ ആഹാരം കഴിക്കുകയോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പനാഷിനിട്ടിരിക്കുന്ന ആ ഒരു സെല്ലിൽ നിന്നും എമർജൻസി അലാറം വരുന്നു. കാരണം പനാഷിനെ എപ്പോഴും ഇവര് ക്യാമറ വെച്ച് നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രശ്നം എന്താന്ന് വെച്ചാല് പനാഷ് ഒരുപാട് നേരമായിട്ട് കണ്ണടച്ച് കിടക്കുന്നത് കൊണ്ട് അവൻ ഉറങ്ങുകയാണെന്നാണ് പോലീസുകാർ വിചാരിച്ചത്. പക്ഷെ അവൻ ഒരിക്കലും കണ്ണ് തുറക്കുന്നില്ല. ഇപ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് ആ ഡോക്ടർ പരിശോധിക്കുമ്പോഴാണ് ഡോക്ടർ പറയുന്നത് പനാഷിന് പൾസുമില്ല, ഹാർട്ട് ബീറ്റുമില്ല. ഇപ്പോൾ ഇന്റേണൽ ഓർഗൻസിന്റെ മൂവ്മെന്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഫ്ലൂറോസ്കോപ്പിയ എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട്. അത് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഹാർട്ട് ചെറുതായിട്ട് ഇടിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഫസർ ചോദിക്കും ഇതൊരു തരം കോമയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇതിന്റെ പേര് കാറ്റലൈപ്റ്റിക് ട്രാൻസ്ഫർ അങ്ങനെ എന്തോ ഒരു പേരാണ്. ഈ ഇന്ത്യയിലുള്ള യോഗിമാർ കണ്ടല്ലോ സന്യാസിമാര്, അവര് 4-5 ദിവസമല്ല മണ്ണിനടിയിൽ ഇതുപോലെ യോഗ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോഴവര് ജീവനോടെ നിൽക്കുന്നത് ഈ കാര്യം ചെയ്തിട്ടാണ്. അപ്പോൾ പോലീസുകാരൻ ചോദിക്കും സാർ ഈ നിലയിൽ നിന്നും അയാളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഇതിൽ നിന്ന് തിരിച്ചു വരുന്നതും വരാത്തതും ഇനി അയാളുടെ തീരുമാനം മാത്രമാണ്. വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മോണിറ്റർ മാത്രം ചെയ്യാൻ കഴിയും, അതല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ പോലീസുകാരൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് 1-2 പോലീസുകാരെ ഇവിടേക്ക് നിർത്തിയേക്കും. അത് കഴിഞ്ഞിട്ട് ആ ഒരു സഹായിയും അതേപോലെ തന്നെ ഏരിയൽ ഇവർ 2 പേരും പനാഷിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ഇപ്പോൾ ഇവരെ 2 പേരെയും പനാഷിനെ അടുത്തേക്ക് വിടാൻ വേണ്ടി നമ്മുടെ മാർക്ക് ഇവർക്ക് പെർമിഷൻ കൊടുക്കുന്നു. അപ്പോൾ ആ സഹായി പറയും പനാഷിന്റെ അടുത്ത് നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് അവന് പോസിറ്റീവായിട്ടുള്ള എനർജി കൊടുക്കാൻ പോവാണ്. അതുപോലെ ഡൊണാൾഡിനെ നിങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് നമ്മുടെ മാർക്ക് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ ബെൻ ഇവർ സംശയിക്കുന്നവരുടെ എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. അപ്പോൾ അതിനെപ്പറ്റി ഇവർ 3 പേരും സംസാരിക്കുകയാണ്. ഇപ്പോൾ പനാഷിനെ ഈ യോഗ സെന്ററിന്റെ പദവി കിട്ടും, അവൻ ആ ഒരു മൊത്തം അധികാരവും കിട്ടും. കമീലയ്ക്കാണെങ്കിലോ ജാസ്മിനുമായിട്ട് സാമുവലിനുള്ള ആ ഒരു ബന്ധം ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. പിന്നെ ഡൊണാൾഡ് എന്ന് പറയുന്ന അയാളാണ് ഈ ഒരു യോഗ സെന്ററിലേക്ക് ഒരുപാട് ഡൊണേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി അയാളത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അതോ സാമുവൽ അയാളെ ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും ചെയ്യിക്കുന്നതാണോ അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ജാസ്മിനെ പറ്റി കൂടുതലൊന്നും അന്വേഷിക്കാൻ കഴിഞ്ഞില്ല.
അവളോടൊരു കാര്യങ്ങൾ ഇവർ സംസാരിച്ചതുമില്ല. അങ്ങനെ ഡൊണാൾഡ് ഉണ്ടല്ലോ, അയാളെ കാണാൻ വേണ്ടി വരാൻ പറഞ്ഞതുകൊണ്ട് നമ്മുടെ മാർക്ക് അയാളുടെ ഓഫീസിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് മാർക്കിനോട് ഡൊണാൾഡ് തനിക്കുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി മാർക്കിനോട് പറയുന്നത്. അത് കാരണം തനിക്ക് ശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. എത്ര ചികിത്സിച്ചിട്ടും ഒരു മാറ്റവും. അങ്ങനെ ഉണ്ടായിരുന്ന എന്നെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് സാമുവലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സാമുവലിന് എന്താണ് സംഭവിച്ചത്, അതിനുള്ള കാരണക്കാരൻ ആരാണ്, അത് നിങ്ങൾ കണ്ടുപിടിക്കണമെന്ന് മാർക്കിനോട് ഡൊണാൾഡ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു സാലറി ആയിട്ട് ഒരു ചെക്കും നമ്മുടെ മാർക്കിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ മാർക്കിനുള്ള ആ ഒരു സംശയം ഡൊണാൾഡിന് മനസ്സിലാവുന്നുണ്ട്. ഡൊണാൾഡ് പറയും, നിങ്ങൾ സംശയിക്കുന്നത് പോലെ സാമുവൽ ഒരിക്കലും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആ സെന്ററിലേക്ക് ഞാൻ സംഭാവന ചെയ്യുന്നത്. അതുകൊണ്ട് സാമുവലിന്റെ മരണമായിട്ട് എനിക്കൊരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കണ്ട, ഫീസ് ഇല്ലാതെ തന്നെ ഈ കേസ് ഞാൻ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് മാർക്ക് അവിടെ നിന്ന് പുറത്തേക്ക് വരും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ബെൻ, മാർക്ക്, പ്രൊഫസർ ഇവർ മൂന്നുപേരും സാമുവലിന്റെ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ട് കാണുകയാണ്. അതിൽ തന്റെ സ്റ്റുഡൻസുമായിട്ട് അവനിരുന്ന് സംസാരിക്കുമ്പോൾ സാമുവൽ ഇടയ്ക്കിടയ്ക്ക് അവന്റെ കൈ പുറകിലേക്ക് കൊണ്ടുപോയിട്ട് മുതുകിലെ തൊടുന്നുണ്ട്. ഇത് കാണുന്ന പ്രൊഫസറിന് എന്തോ ഒരു സംശയം. അപ്പോ ബെൻ പറയും, ഒരുപക്ഷേ സാമുവലിന് മുതുകുവേദന എന്തെങ്കിലായിരിക്കാം. അപ്പോൾ പ്രൊഫസർ പറയും, ഈ വീഡിയോ 4 ആഴ്ചയ്ക്ക് മുന്നേ എടുത്തതാണ്. അതിന് മുന്നേ എടുത്ത വീഡിയോസിലൊന്നും ഇതുപോലെ സാമുവൽ ചെയ്തിട്ടില്ല. അതുപോലെ ഈ വീഡിയോയില് പനാഷ്, കമീല, ജാസ്മിൻ, ഡൊണാൾഡ് ഇവർ 4 പേരും ഉണ്ട്. അതിൽ ജാസ്മിൻ കമീലയെ നോക്കി ദേഷ്യപ്പെടുന്നതും കമീല പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും ആ വീഡിയോയിൽ കാണാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ 6 മാസങ്ങൾക്കുള്ളിൽ സാമുവൽ ചെയ്ത ഈ ഒരു ക്ലാസ് ഉണ്ടല്ലോ, അതിന്റെ എല്ലാ വീഡിയോ നമ്മളെടുത്ത് പ്ലേ ചെയ്ത് കണ്ടാൽ മാത്രമേ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ആ കാര്യം നീ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് അത് ബെന്നിനെ ഏൽപ്പിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ പ്രൊഫസർ നേരെ പോകുന്നത് സാമുവലിന്റെ ബോഡി അറ്റോപ്സി ചെയ്ത ആ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി. ഇപ്പോൾ റിപ്പോർട്ടിലുള്ള ആ ഒരു മരണകാരണം എന്താണെന്ന് വെച്ചാല് ഗൺഷോട്ട് തന്നെയാണ്. അതുമല്ല സാമുവലിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാങ്ക്രിയാറ്റിക് ക്യാൻസർ ഉണ്ടായിരുന്നതായിട്ടും അടുത്ത 6 മാസം മാത്രമേ സാമുവലിന് ജീവിച്ചിരിക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യവും റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഫസർ ചോദിക്കും, ഈ ക്യാൻസർ ഉള്ളവർക്ക് ശരീരത്തിൽ എവിടേക്കായിരിക്കും വേദന ഉണ്ടാവുക എന്ന് ചോദിക്കുമ്പോൾ ചെസ്റ്റിലും ഉണ്ടാവും, അതുപോലെ തന്നെ മുതുകിലും ഉണ്ടാവും എന്നാ ഡോക്ടർ പറയുന്നതും. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, ഈ വീഡിയോയിൽ കണ്ട സാമുവല് മുതുകിലേക്ക് കൈ കൊണ്ടുപോയിട്ട് അവിടെ തടവാൻ കാരണം ഈ വേദനയാണ്. ഇപ്പോൾ ഈ ഡോക്ടർ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. സാമുവലിനെ കൊന്നവരെ അവൻ ആ ഒരു ക്യാൻസർ കാരണം കഷ്ടപ്പെടുന്നതിൽ നിന്നും അവനെ രക്ഷിച്ചതാണെന്നും അതിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ചെയ്തതെന്നും ഈ ഡോക്ടർ പറയും. അങ്ങനെ അത് കഴിഞ്ഞ് മൈക്കും ബെന്നും ആ മോഡലുണ്ടല്ലോ ജാസ്മിൻ, അവളെ കാണാൻ വേണ്ടി പോവാണ്. അവിടെ ചെന്ന് ജാസ്മിനോട് സംസാരിക്കുമ്പോഴാണ് അവൾ പറയുന്നത്, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാനും സാമുവലും അടുപ്പത്തിലായിരുന്നു എന്നുള്ള കാര്യം ശരി തന്നെയാണ്. അതുമല്ല പനാഷ് അറസ്റ്റ് ആയത്, ഇപ്പൊ അവൻ ഹോസ്പിറ്റലിലുള്ള കാര്യം ഇതിനെപ്പറ്റിയും ജാസ്മിൻ അറിയാം. ഇപ്പൊ ജാസ്മിൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ 1 മാസമായിട്ട് പനാഷ് എന്തോ ഒരു കാര്യം ആലോചിച്ച് വിഷമിക്കുന്നതായിട്ട്, എന്തോ ടെൻഷൻ ആവുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഒരു ദിവസം രാത്രി സാമുവലും പനാഷും എന്തോ ഒരു കാര്യത്തെപ്പറ്റി സംസാരിച്ച് വഴക്കുണ്ടാക്കുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ ജാസ്മിനോട് ചോദിക്കും, സാമുവലിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയും, ഞങ്ങളുടെ മാസ്റ്ററെ ഒരു ഹീലറാണ്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ വരാനായിട്ട് സാധ്യതയില്ല. പക്ഷെ എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് ഞങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ടായിരുന്നു എന്ന് ജാസ്മിൻ പറയും. ഒരുപക്ഷെ ആ ഒരു ആക്ട്രസ് കമീലുണ്ടല്ലോ, അവള് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാനേ സാധ്യതയുള്ളൂ എന്നീ ഒരു പ്രശ്നത്തെ പാതിയെ കമീലയുടെ നേർക്ക് തിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത സീനിൽ നമ്മുടെ പ്രൊഫസർ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവിടെ പനാഷിന്റെ കൂടെ ഏരിയയിലുണ്ട്. അപ്പോൾ പ്രൊഫസർ ചോദിക്കും, ഇപ്പോൾ നമ്മളിവിടെയുള്ള കാര്യം പനാഷിനെ ഫീൽ ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അതേ കഴിയുമെന്ന് ഏരിയയിൽ പറയുന്നു. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അവന് കേൾക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അതിന് സാധ്യതയുണ്ടെന്ന് ഏരിയയിൽ പറയും. അപ്പോൾ പ്രൊഫസർ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് വെളിയിൽ പോയി സംസാരിക്കാമെന്നും പറഞ്ഞ് അവളെ കൂട്ടി വെളിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഏരിയയിൽ പറയും, ഇന്നലെ രാത്രി ഞാൻ സാമുവലിനെ സ്വപ്നം കണ്ടിരുന്നു. മരിച്ചു കിടക്കുന്ന മാസ്റ്റർ എഴുന്നേറ്റ് ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്ന കാര്യമാണ് ഞാൻ സ്വപ്നം കണ്ടത്. അതേസമയം നമ്മുടെ മൈക്കിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ കമീലുണ്ടല്ലോ, അവരെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. സാമുവലിന്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ 1 മാസമായിട്ട് അവൻ എന്തോ നോർമലായിട്ടില്ല, എന്തോ ഒരു വേദന ചുമക്കുന്നത് പോലെ അങ്ങനെ എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ സാമുവലിന് ഈ ക്യാൻസർ ഉള്ള കാര്യം ഒരിക്കലും കമീലയ്ക്ക് അറിയത്തില്ല. കാരണം ആ ഒരു മോഡലായിട്ടുള്ള ജാസ്മിൻ വന്നതിന് ശേഷം കമീല സാമുവലിൽ നിന്നും അകന്നാണ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ നമ്മുടെ മൈക്ക് ചോദിക്കും, സാമുവലിനെ കൊല്ലാനായിട്ടുള്ള ആ ഒരു മോട്ടീവ് ആർക്കായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് ചോദിക്കുമ്പോൾ കമീല പറയും, അതിനെപ്പറ്റി നിങ്ങൾ ജാസ്മിനോട് ചോദിക്കുക എന്ന് പറഞ്ഞ് കമീല അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ഇപ്പം അത് കഴിഞ്ഞിട്ട് ആ ഒരു സെന്ററിലേക്ക് പ്രൊഫസറും മൈക്കും പോയിട്ട് ആ സഹായിയെ കണ്ടിട്ട് ഏരിയലിന് ഇതുപോലെ സൈക്കിക് പവർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ സ്വപ്നത്തെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ സഹായി പറയും, അതുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, ആർക്ക് വേണമെങ്കിലും ഇതുപോലെ ആ സ്വപ്നം കണ്ടു ഈ സ്വപ്നം കണ്ടോ എന്നെല്ലാം പറയാലോ. പക്ഷെ ഏരിയൽ എന്തായാലും എനിക്കൊരു നല്ല സുഹൃത്താണ്, അതേപോലെ തന്നെ ഞങ്ങളുടെ മാസ്റ്റർക്കും
എന്തായാലും നാളെ ഇവിടെ ഒരു ചടങ്ങുണ്ട്. മരിച്ചുപോയ മാസ്റ്ററിനെ ശാന്തി കിട്ടാനും പനാഷിനോട് എല്ലാത്തിനും ക്ഷമിക്കാനും. അതുകൊണ്ട് അതിലേക്ക് നിങ്ങളും വരണമെന്ന് പറഞ്ഞിട്ട് സഹായി അവിടെ നിന്ന് പോകുമ്പോൾ പ്രൊഫസർ പറയും, ഇവരെല്ലാവരെയും കാണാനായിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും സാമുവലിന്റെ മുറിയിലേക്ക് പോവാണ്. അവിടെയുള്ള ഒരു വിറ്റമിൻ ടാബ്ലറ്റ് ഉണ്ടല്ലോ, അതെടുത്ത് നമ്മുടെ മൈക്കിനെ കാണിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ഓൺലൈനിൽ സെർച്ച് ചെയ്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണെന്ന് അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൈക്ക് പറയും, അങ്ങനെയാണെങ്കിൽ സാമുവലിനെ തന്റെ ഈ അസുഖത്തെപ്പറ്റി നല്ലതുപോലെ അറിയാം. അന്ന് പനാഷും സാമുവലും തമ്മിലൊരു വഴക്കുണ്ടായതായിട്ട് ജാസ്മിൻ പറഞ്ഞല്ലോ. ഒരുപക്ഷെ സാമുവൽ പനാഷിനോട് പറഞ്ഞിട്ടുണ്ടാവാം തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട്. അത് കഴിയത്തില്ല എന്ന് പറഞ്ഞായിരിക്കാം ആ ഒരു ആർഗ്യുമെന്റ് ഇവിടെ നടന്നത്. കാരണം ഒരു ക്യാൻസർ വന്നിട്ട് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിൽ പോയിട്ട് മരിക്കുന്നത് ഭയങ്കര ഭയാനകമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ നല്ലത് സൂയിസൈഡ് ചെയ്യുന്നതായിരിക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അത് തന്നെയാണോ സംഭവിച്ചതെന്നും ഇവർക്ക് അറിയത്തില്ല. സാധാരണ ഈ ഒരു സൂയിസൈഡ് നോട്ടുകളുണ്ടല്ലോ, അത് പോലീസിനെ കാണുന്ന രീതിയിൽ വെളിയിലായിരിക്കും വെക്കുന്നത്. പക്ഷെ ഇതെന്താ ഡ്രോയറിനുള്ളിൽ വെച്ചത് എന്നുള്ള സംശയം നമ്മുടെ പ്രൊഫസറിനുണ്ട്. ഇതേ സമയം വെളിയിൽ നമ്മുടെ ബെന്നുണ്ടല്ലോ, അവനിപ്പോ കൊല നടന്ന ആ ഒരു മെഡിറ്റേഷൻ റൂം, അതിനകത്ത് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. അതുപോലെ ഈ ഒരു ക്രൈം സീനിനെ പറ്റി കമ്പ്യൂട്ടറിൽ മെഷർ ചെയ്യാൻ വേണ്ടി ഒരു ലേസർ മെഷറിംഗ് ടേപ്പ് ഉണ്ട്, അത് വെച്ചിങ്ങനെ മെഷർ ചെയ്യാണ്. അപ്പൊ അവിടെയുള്ള ടേബിളിനടിയിൽ നിന്നും എന്തോ ഒരു കാര്യം ബെന്നിന് കിട്ടും. അതെടുത്ത് അവൻ പോക്കറ്റിലേക്ക് വെച്ചേക്കും. ഇപ്പൊ അവിടേക്ക് മൈക്ക് വന്നിട്ട് ബ്ലാങ്ക് ബുള്ളറ്റ് ലോഡ് ചെയ്ത തോക്കെടുത്ത് ബെന്നിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ഒരു 3 നിമിഷം കഴിഞ്ഞിട്ട് നീ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് മൈക്ക് നേരെ അടുത്തുള്ള ആ മുറിയിലേക്ക് പോയി നിൽക്കുകയാണ്. ഇപ്പൊ അതുപോലെ സമയമാകുമ്പോഴത്തേക്കും ബെൻ അത് ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു മെഡിറ്റേഷൻ റൂമിൽ ഷൂട്ട് ചെയ്ത ആ ഒരു ശബ്ദം ഹോളിലുള്ള മൈക്കിനും പ്രൊഫസറിനും നല്ലതുപോലെ കേൾക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അന്ന് സാമുവലിനെ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ശബ്ദം മാത്രം എന്തുകൊണ്ട് ഇവിടെ കേട്ടില്ല? സാമുവലിന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു, സൈലൻസർ ഒരിക്കലും കയ്യിലില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായാലും ശബ്ദം കേൾക്കണം എന്നിവർ പറയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് ആ ഒരു സഹായിയെ കാണിക്കുമ്പോൾ അവൻ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോവാണ്. ഇപ്പോൾ പനാശിന്റെ അടുത്തിരിക്കുന്നത് നമ്മുടെ ഏരിയൽ. അവളോട് പറയും, നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം, നാളെ വന്നാൽ മതി എന്ന് പറയുന്നതും ഏരിയൽ പറയും, ശരി ഞാൻ പോയിട്ട് നാളെ വരാമെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നു. അതുമല്ല വെളിയിൽ ഇറങ്ങിയ ഏരിയലെ നമ്മുടെ മൈക്കിനെ വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ അവൻ ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് അവനോട് പറയും, അതുകൊണ്ട് ഒരു മെസ്സേജ് അയക്കും, ഇതുപോലെ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്നൊരു കാറ് ഇതുപോലെ അവളെ ഇടിച്ച് തെറിപ്പിച്ചങ്ങ് പോകുന്നു. അവൾ റോഡിലേക്ക് വന്ന് വീഴുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഏരിയലിനോടൊപ്പം നമ്മുടെ മൈക്ക് നിൽക്കുന്നു. എന്താന്ന് വെച്ചാൽ കാർ ഇടിച്ചതിൽ അവൾക്ക് വലിയ രീതിയിൽ കുഴപ്പമൊന്നുമില്ല, കൈമുട്ടിന് മാത്രം എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇരുട്ടായതുകൊണ്ട് കാറിന്റെ നമ്പർ പ്ലേറ്റോ കാറിന്റെ മറ്റു അടയാളങ്ങളോ അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയും. അയ്യോ, അങ്ങനെയാണെങ്കിൽ ആ ഒരു കാറ് കണ്ടുപിടിക്കുന്ന കാര്യം കുറച്ച് പാടാണെന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ അവിടെ നിന്ന് പോകും. അപ്പൊ അത് കഴിഞ്ഞ് മൈക്ക് ഏരിയലിനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് വന്നിട്ട്, ഇപ്പോൾ നിന്റെ ഈ ഒരു കാർ അപകടം അതൊരു കൊലപാതക ശ്രമമാണെങ്കിൽ സാമുവലിനെ കൊന്ന അതേ ആളായിരിക്കാം നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പനാഷ് ഒരിക്കലും കൊലയാളിയല്ല എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൊഫസറും മൈക്കും രണ്ടുപേരും സംസാരിക്കുകയാണ്. സാമുവലിന് ക്യാൻസർ ഉള്ള കാര്യം വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു. കമീലയ്ക്കും ജാസ്മിനും എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മാത്രമേ അറിയത്തുള്ളായിരുന്നു, പക്ഷെ അത് ക്യാൻസർ ആണെന്ന് അറിയത്തില്ല. ഇപ്പോൾ പനാഷിനെ ഇനിയിപ്പോൾ നമ്മൾ ഗസ് ചെയ്തതുപോലെ പനാഷിനെ കൊണ്ട് സാമുവല് തന്നെ ഷൂട്ട് ചെയ്യിപ്പിച്ചതായിരിക്കാം. ഇപ്പൊ അങ്ങനെ ഇവർ ചിന്തിക്കുവാണെങ്കിൽ ഇന്നലെ രാത്രി ഏരിയലിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് ആരാണ് എന്നുള്ളൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അതേസമയം നമ്മുടെ ബെൻ അവിടേക്ക് വരും. ഇപ്പോൾ ബെൻ ആ മെഡിറ്റേഷൻ മുറിയിൽ നിന്നൊരു കാര്യം എടുത്ത് പോക്കറ്റിൽ വെച്ചല്ലോ, അതെടുത്ത് പ്രൊഫസറിന്റെ കയ്യിൽ കൊടുക്കും. അതൊരു റബ്ബർ വാഷറാണ്. അതെടുത്ത് നമ്മുടെ പ്രൊഫസർ മണത്ത് നോക്കുമ്പോഴാണ് അതിൽ ഗൺ പൗഡറിന്റെ മണമുണ്ട്. ഇവിടെയാണ് മെഡിറ്റേഷൻ റൂമിൽ തോക്ക് ഫയർ ചെയ്യുമ്പോഴത്തേക്ക് ശബ്ദം കേൾക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് പ്രൊഫസർ പറയുന്നത്. ഈ വാഷർ തോക്കിൽ സൈലൻസർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇടുന്നതാണ്. അപ്പോഴാണ് നമ്മുടെ ബെൻ കണ്ടുപിടിച്ച കാര്യങ്ങൾ ആ ഒരു മെഡിറ്റേഷൻ റൂമിന്റെ മെഷർമെന്റും മറ്റു കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അവിടെ നടന്ന ആ ഒരു ക്രൈം അവൻ റീക്രിയേറ്റ് ചെയ്തെടുത്തു. അതിപ്പോൾ ഇവർക്കിട്ട് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സംശയിച്ചതുപോലെ തന്നെയാണ്. ആ 4 പേരിൽ ഒരാൾ എഴുന്നേറ്റ് വന്ന് സാമുവലിനെ ഷൂട്ട് ചെയ്തിട്ട് അവന്റെ കയ്യിൽ തോക്കും വെച്ച് തിരിച്ചു പോയിട്ട് ആ മെഡിറ്റേഷനിലേക്ക് മുഴുകി. ഇങ്ങനെയാണെന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ കഴിയത്തില്ല എന്ന് ബെൻ പറയുമ്പോഴത്തേക്കും പ്രൊഫസർ പറയും, ഓക്കെ, കഴിഞ്ഞ 6 മാസമായിട്ട് ഈ ഒരു സെന്റർ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഷോപ്പുകളുണ്ടല്ലോ, ആ ഷോപ്പുകളുടെ ലിസ്റ്റും അവിടെ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്, ഇതിന്റെ ഒരു മൊത്തം ലിസ്റ്റ് റെഡിയാക്കാനായിട്ട് ബെന്നിനോട് പറയും. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം പ്രൊഫസറും മൈക്കും ആ ഒരു സെന്ററിലേക്ക് പോകുന്നു. അവിടെ വന്നൊരു സഹായിയെ കണ്ടിട്ടാണ് പറയുന്നത്, കൊല ചെയ്തത് ഒരിക്കലും പനാഷല്ല, കാരണം ആ തോക്കിൽ സൈലൻസർ യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മാസ്റ്ററിനെ ഷൂട്ട് ചെയ്തത്, അതുകൊണ്ടാണ് ഈ ശബ്ദം ആരും കേൾക്കാത്തത്. അപ്പോൾ സഹായി ചോദിക്കും, പക്ഷേ ക്രൈം സീനിലെ അങ്ങനെ ഒരു സൈലൻസർ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പനാഷാണ് ഷൂട്ട് ചെയ്തതെങ്കിൽ അവന്റെ കയ്യിൽ സൈലൻസർ കാണണം. ഒരുപക്ഷെ കൊലയാളി
ആ വാഷർ മാത്രം അവിടെ വിട്ടിട്ട് പോകാൻ കാരണം എന്തായിരിക്കും എന്ന് ഈ സഹായി ചോദിക്കുമ്പോൾ ആ സംശയം ശരി തന്നെയാണ്. കില്ലർ ഷൂട്ട് ചെയ്തതിനു ശേഷം തോക്കിലുള്ള സൈലൻസർ ഊരി അപ്പോഴാണ് വാഷർ താഴെ വീണത് എന്ന് നമ്മുടെ പ്രൊഫസർ പറയുന്നതും അത് കഴിഞ്ഞിട്ട് മൈക്ക് ഏരിയലിനെ ഒറ്റയ്ക്ക് കണ്ടിട്ട് സംസാരിക്കാണ്. അപ്പോഴാണ് ഏരിയല് അവൾ കണ്ട രണ്ടാമത്തെ ഒരു സ്വപ്നത്തെ പറ്റി പറയുന്നത്. മാസ്റ്ററിനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ മെഡിറ്റേഷനിൽ ഇരിക്കുന്നത് പോലെയും ആ തോക്ക് ഫയറാവുന്ന ശബ്ദം കേൾക്കാതെ എന്നൊരു സൗണ്ട് മാത്രമേ കേട്ടതായിട്ടും അവൾ പറയുന്നുണ്ട്. ഞാൻ സ്വപ്നം കണ്ടു. അപ്പൊ ഈ കാര്യം ഏരിയൽ പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന മൈക്കിന് പെട്ടെന്ന് അത്ഭുതമായി. എന്താന്ന് വെച്ചാല് തോക്കിലെ സൈലൻസർ യൂസ് ചെയ്യുമ്പോഴത്തേക്കുള്ള ശബ്ദമാണ് ഇവളിപ്പോ വെച്ചത്. അങ്ങനെയാണെങ്കിൽ ഏരിയലിന് അവളുടെ സ്പിരിച്വൽ പവർ കാരണം ഗണ്ണിലെ സൈലൻസർ യൂസ് ചെയ്തെന്നുള്ള കാര്യം മനസ്സിലായെന്ന് മൈക്കിന് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൊഫസർ ഈ സെന്ററിൽ നോക്കുമ്പോഴത്തേക്കാണ് ആ സെന്ററിലുള്ള ഒരാളുടെ മുഖം മാത്രം പുതുതായിട്ട് തോന്നുന്നു. അതും കാണുമ്പോഴത്തേക്ക് ഒരു ഇന്ത്യക്കാരനെ പോലെ. അയാളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഗണേഷ് എന്ന് പറയും. വേറെ ആരുമല്ല, സാമുവലായിട്ടുള്ള ഇവരുടെ മാസ്റ്ററിന് ട്രെയിനിങ് കൊടുത്ത അയാളുടെ ഗുരു. അപ്പോൾ നമ്മുടെ മൈക്ക് എന്താ ചെയ്യുന്ന വെച്ചാലേ അവിടെയെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്ന ഓരോ കാറിന്റെ ഹെഡ്ലൈറ്റ് ചെക്ക് ചെയ്യാണ്. കാരണം ഏരിയലിനെ അന്നൊരു കാർ ഇടിച്ചിട്ട് പോയല്ലോ. ആ കാറിന്റെ ഹെഡ്ലൈറ്റിന് എന്തായാലും ചെറിയ രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ഒരു കാർ അവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മൈക്ക് ഇപ്പോൾ നോക്കുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും കാറിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ആക്സിഡന്റിന് ശേഷം ആ ഹെഡ്ലൈറ്റ് എന്തായാലും കില്ലർ ശരിയാക്കിയിട്ടുണ്ടാവാം. ഇവിടെ നമ്മുടെ പ്രൊഫസർ ആണെങ്കിലോ അവിടെ ഇരുന്നിട്ട് അവരെല്ലാവരെയും ഇങ്ങനെ നിരീക്ഷിക്കുമ്പോഴത്തേക്കാണ് സഹായിയും ഏരിയലും തമ്മിൽ എന്തോ ഒരു ആർഗ്യുമെന്റ്. ഏരിയൽ പറയും ഞാൻ വീട്ടിൽ പോകുന്നത്, പക്ഷെ സഹായി പറയും നീ ഇവിടെ നിൽക്കുന്നതാണ് സേഫ് എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് അവളെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ഏരിയലാണെങ്കിലോ അതൊന്നും കാര്യമാക്കാതെ അവിടെ നിന്ന് പോവും. ഇവിടെ നമ്മുടെ മാർക്ക് സാമുവലിന്റെ മാസ്റ്ററിനെ കണ്ട് ഗണേഷ് എന്ന് പറഞ്ഞിട്ട് അവനെ കണ്ട് സംസാരിക്കുകയാണ്. ഇപ്പോൾ മൈക്ക് ചോദിക്കും പനാഷ് തന്നെ ഒരു ഡീപ്പായിട്ടുള്ള ധ്യാനത്തിലേക്ക് പോയി അത് പോസിബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതേ പോസിബിൾ ആണെന്ന് പറയും. അതേപോലെ സാമുവലിന്റെ ഹെൽത്ത് കണ്ടീഷൻ അതിനെപ്പറ്റിയെല്ലാം ഇപ്പോൾ വന്ന ഈ ഒരു മാസ്റ്ററിന് നല്ലതുപോലെ അറിയാം. ഇപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സാമുവലിനെ ആരാണ് കൊന്നിരിക്കുക? അതുമല്ല എല്ലാവരെയും ഹീൽ ചെയ്യുന്ന സാമുവലിന് തന്നെ ഇതുപോലൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം സാമുവലിനെ സംശയിക്കും. അതുകൊണ്ട് കൂടിയായിരിക്കാം സാമുവല് ഇങ്ങനൊരു കാര്യം ചെയ്തത് എന്ന് പല രീതിയിലുള്ള സംശയങ്ങൾ ആ ഗുരുവിനുമുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലുള്ള പനാശിനെ കാണിക്കുമ്പോൾ അവനിപ്പോ കണ്ണു തുറന്ന അടുത്തുള്ള നേഴ്സിനോട് ചോദിക്കും ഞാൻ എത്ര നാളായിട്ട് ഇവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നേഴ്സ് ഈ കാര്യം ഉടനെ തന്നെ ഡോക്ടറിനെ വിളിച്ചു പറയുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൊഫസറിനെ കാണിക്കുമ്പോഴത്തേക്കും പ്രൊഫസറിനെ നമ്മുടെ ഏരിയയിൽ വിളിക്കുകയാണ്. സാർ എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. മൈക്കിനോട് ഈ കാര്യം പറയാതെ നിങ്ങൾ സെന്ററിലേക്ക് വരണമെന്ന് പറഞ്ഞ് പ്രൊഫസർ നേരെ ആ സെന്ററിലേക്ക് പോകുന്നു. അതേസമയം നമ്മുടെ മൈക്കിനെ കാണിക്കുമ്പോൾ മൈക്ക് ഏരിയലിന്റെ വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് അവിടെ വന്ന് ഡോർ തൊട്ടുമ്പോഴത്തേക്കും ഏരിയൽ ആൾറെഡി സെന്ററിലേക്ക് പോയല്ലോ. ആ കാര്യം മൈക്കിന് അറിയത്തില്ല. അതുമല്ല മൈക്ക് തന്റെ ഫോണ് കാറിൽ വെച്ച് വന്നതുകൊണ്ട് നമ്മുടെ പ്രൊഫസർ മൈക്കിനെ വിളിക്കുമ്പോഴത്തേക്കും മൈക്ക് അത് കേൾക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ മൈക്കിന് പ്രൊഫസർ ഏരിയയിൽ വരാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ സെന്ററിലേക്ക് പോവാണ് എന്നുള്ള ആ ഒരു വോയിസ് മെസ്സേജ് വായിച്ച് ഇവിടെയാണ് നമ്മുടെ ബെൻ പ്രൊഫസറിനെ വിളിക്കുന്നത്. എന്നിട്ട് പറയും ഈ സെന്ററിൽ നിന്നും കുറെ പർച്ചേസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അതിന്റെ ലിസ്റ്റ് ഞാൻ റെഡിയാക്കി അതിലെ വാഷറും മെറ്റൽ ഷീറ്റും വാങ്ങിയതായിട്ട് ആ ലിസ്റ്റിലുണ്ടെന്നുള്ള കാര്യം ബെൻ പറയും. എന്താന്ന് വെച്ചാൽ ആ ഒരു സൈലൻസർ റെഡിയാക്കാനുള്ള സാധനങ്ങൾ സെന്ററിന്റെ പണത്തിൽ തന്നെ വാങ്ങിയിട്ടുണ്ടെന്നാണ് ബെൻ പറയുന്നത്. ഇപ്പൊ അതേ സമയം നമ്മുടെ പ്രൊഫസർ രാത്രി സമയത്ത് ആ സെന്ററിലേക്ക് ചെല്ലുമ്പോൾ കാറിന് വെളിയിലൊരുത്തൻ തോക്കുമായിട്ട് നിൽക്കുന്നു. എന്നിട്ട് പ്രൊഫസറിനോട് വെളിയിലിറങ്ങാൻ പറയും. അത് ആ ഒരു സഹായി. എന്നിട്ട് പ്രൊഫസറിനെ നേരെ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഏരിയയിലുണ്ടല്ലോ അവളെ ചങ്ങലയ്ക്ക് കെട്ടിയിട്ടേക്കാണ്. അപ്പൊ ഈ സഹായി പറഞ്ഞിട്ടാണ് ഏരിയയിലെ പ്രൊഫസറിനെ വിളിച്ചത്. അതിന് ഏരിയയിലെ പ്രൊഫസറിനോട് സോറി പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പ്രൊഫസറിനെയും അവിടെ കെട്ടിയിട്ടാണ് ഇപ്പോൾ സത്യങ്ങളെല്ലാം പറയുന്നത്. സാമുവലിനെ കൊന്നത് ഈ സഹായിയാണ്. നമ്മുടെ ഏരിയലിന്റെ ആ ഒരു സ്വപ്നങ്ങളും പ്രൊഫസറിന്റെ കണ്ടുപിടുത്തവും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നുള്ള ആ ഒരു പേടിയിലാണ് സഹായി ഇവരെ രണ്ടുപേരെ ഇപ്പൊ പിടിച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും കൊല്ലാനായിട്ട് സഹായി ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നു. അന്ന് ഏരിയലിനെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചതും സഹായി തന്നെയാണ്. സഹായി പ്ലാൻ ചെയ്തതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് സഹായി സാമുവലിനെ കൊന്നത്? കാരണം വേറെ ഒന്നുമല്ല, സാമുവല് മരിക്കുമെന്നുള്ളൊരു കാര്യം സാമുവലിന് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ആ സെന്ററിലുള്ള എല്ലാ പണവും ഒരു ചാരിറ്റിയിലേക്ക് എഴുതി വെക്കാനായിട്ട് തീരുമാനിച്ചു. ഇപ്പൊ അത് നടക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ സാമുവലിനെ കൊന്നിട്ട് ആ കുറ്റം മുഴുവൻ പനാഷിന്റെ മുകളിൽ കൊണ്ടിടണം. ഇപ്പൊ സാമുവലും പനാഷും ഇല്ലാന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ അടുത്ത സ്ഥാനം ആർക്കാണ്? ഈ സഹായിക്കാണ്. അതുകൊണ്ട് ആ ഒരു മെഡിറ്റേഷൻ റൂമിന് മൂന്നാമതായിട്ടുള്ളൊരു കീയും അതേപോലെ തന്നെ ഈ സൈലൻസർ ഉണ്ടല്ലോ ഇത് രണ്ടും ഈ സഹായി തന്നെ റെഡിയാക്കുമായിരുന്നു. എന്നിട്ട് ആ തോക്കെടുത്ത് പനാഷിന്റെ കയ്യിൽ വെച്ച് സാമുവലിനെ ഷൂട്ട് ചെയ്തത് ഈ സഹായിയാണ്. അതുകൊണ്ടാണ് ഗൺ പൗഡർ പനാഷിന്റെ കയ്യിലും ഡ്രസ്സിലും വീണത്. എന്നിട്ട് അവിടെ നിന്ന് തോക്കെടുത്ത് നേരെ അതുകൊണ്ടുവന്ന് സാമുവലിന്റെ കയ്യിലും വെച്ചു. അതുമല്ല ബാക്കി എല്ലാവരും ഡീപ്പായിട്ടുള്ള ഒരു മെഡിറ്റേഷനിൽ ഇരുന്നതുകൊണ്ട് ഈ സൗണ്ടോ കാര്യങ്ങൾ കേട്ടതുമില്ല, അവിടെ നടന്ന ഒരു കാര്യവും അറിഞ്ഞതുമില്ല.
ഇപ്പൊ ആ ഒരു സൈലൻസർ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും വാഷർ താഴെ വീണ കാര്യം സഹായി ശ്രദ്ധിച്ചില്ല. അതാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇപ്പൊ നമ്മുടെ ഏരിയലിനെയും അതേപോലെ തന്നെ പ്രൊഫസറിനെ കെട്ടിയിട്ടിരിക്കുന്നതിന് മുകളിലായിട്ട് ബലൂണില് ഈ പെട്രോളും അതേപോലെ തന്നെ വേറെ കുറെ കെമിക്കൽസ് എല്ലാം നിറച്ചാണ് കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത്. എന്നിട്ട് തീപ്പെട്ടി കത്തിച്ച് അടുത്തൊരു പേപ്പറെല്ലാം ഇങ്ങനെ കത്തിക്കുന്നു. ഇവന്റെ പ്ലാൻ എന്താണെന്ന് നമ്മുടെ പ്രൊഫസറിന് മനസ്സിലായി. ഈ തീ കത്തുമ്പോഴത്തേക്കും ആ ബലൂൺ പെട്ടെന്ന് പൊട്ടിയിട്ട് അതിലുള്ള കെമിക്കൽസ് എല്ലാം ഈ മുറിയിൽ വീണ് വലിയൊരു പൊട്ടിത്തെറി സംഭവിക്കും. ഇവരുടെ രണ്ടുപേരുടെയും ചാമ്പല് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ പ്രൊഫസർ പറയും, കുറച്ച് കഴിയുമ്പോൾ തന്നെ ഡിറ്റക്റ്റീവ് മൈക്ക് ഇവിടേക്ക് വരുമെന്ന് പറയുമ്പോൾ സഹായി പറയും, അയാൾ എനിക്ക് വലിയ കാര്യമൊന്നുമല്ല, നിങ്ങളുടെ ബുദ്ധിയാണ് പ്രധാനം. ഓക്കെ, നമുക്ക് അടുത്ത ജന്മത്തിൽ കാണാമെന്ന് പറഞ്ഞ് സഹായി ഇപ്പോൾ തീപ്പെട്ടി കത്തിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ബെന്നും മൈക്കും അതിനകത്തേക്ക് കയറി വന്നിട്ട് തോക്ക് കാണിച്ച് അവനോട് തീപ്പെട്ടി താഴിടാൻ പറയും. പക്ഷെ സഹായി ആണെങ്കിലോ പെട്ടെന്ന് തീ കത്തിച്ച് ആ പേപ്പറിലിടുന്നതും ബെൻ ഓടി വന്ന് സഹായിയെ പിടിച്ച് താഴേക്ക് വന്ന് വീഴും. ഈ ഗ്യാപ്പിൽ മൈക്ക് ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ചിട്ട് ആ തീ അങ്ങ് അണയ്ക്കുകയും ചെയ്യുന്നു. ഇപ്പൊ അവസാനം നമ്മുടെ പോലീസുകാർ വന്നിട്ട് സഹായിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ പോലീസുകാരനെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏരിയയിൽ പറയും, പനാശ് കണ്ണു തുറന്നു, അതല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരൻ പെട്ടെന്ന്, അല്ല അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്കറിയാം. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈക്കോ ഏരിയയിലും നല്ലൊരു ബന്ധത്തിലൂടെ തന്നെ കടന്നു പോകുന്നുണ്ട്. പ്രൊഫസർ ആണെങ്കിലോ ഈ മെഡിറ്റേഷൻ സെന്ററിൽ ജോയിൻ ചെയ്ത് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് പനാശാണ് അവനെ ട്രെയിനിങ് ചെയ്യിക്കുന്നത്. ഇതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.